ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പച്ച കപ്പ കൊണ്ട് ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു പുട്ട് എങ്ങനെ തയ്യാറാക്കാം, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഈ കപ്പ പുട്ട് കഴിച്ചു നോക്കണം. നിങ്ങൾ കഴിച്ചിട്ടുള്ള പുട്ടുകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പുട്ട് ഇതായിരിക്കും എന്നായിരിക്കും നിങ്ങളുടെ അഭിപ്രായം. അത്രയ്ക്ക് ടേസ്റ്റും ഡിലീഷ്യസുമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന കപ്പ പുട്ട്. ഉറപ്പായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ തയ്യാറാക്കാനായിട്ട്. കപ്പയിൽ ഹൈഡ്രജൻ സയനൈഡ് എന്ന ഒരു രാസവസ്തു, ഇതൊരു പോയിസണാണ് ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ആകാതെ ഏത് രീതിയിൽ നമുക്ക് തയ്യാറാക്കാം, ഇതാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് യാതൊരു വിഷവും ചേർക്കാത്ത, രാസവസ്തുക്കളൊന്നും ഇടാതെ ഓർഗാനിക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ള തനി നാടൻ പച്ചക്കപ്പയാണ് കിട്ടിയിട്ടുള്ളത്. ബ്രദറും വൈഫുമാണ് ഇത് കൊണ്ടു തന്നിട്ടുള്ളത്. അവരുടെ വീട്ടിൽ തയ്യാറാക്കിയ തനി നാടൻ പച്ചക്കപ്പയാണ്. ഇതിൽ നിന്ന് 1/2 കിലോ കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് 4 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി എടുക്കാം. ഇപ്പോൾ 4 വെള്ളത്തിൽ ഞാൻ കഴുകുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നില്ല, കാരണം 4 പ്രാവശ്യം കഴുകുന്ന സമയം വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പ്രയാസമായിരിക്കും. ഗ്രേറ്ററിൻ്റെ കുറച്ച് വലുതായിട്ട് വീഴുന്ന ഭാഗത്ത് വേണം വെച്ച് നിങ്ങളിത് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. എന്നിട്ടൊരു പാത്രത്തിലിട്ട് നല്ല കുടിക്കുന്ന നല്ല ക്ലീനായിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുത്ത് 4 പ്രാവശ്യം കഴുകി. വെള്ളം നല്ലതുപോലെ 4ാമത്തെ പ്രാവശ്യം നമ്മൾ കഴുകുമ്പോഴേക്കും വെള്ളം നല്ലതുപോലെ തെളിഞ്ഞു വരും കേട്ടോ. കപ്പയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശരീരം വണ്ണം വയ്ക്കാത്തവർക്ക് ഇതുപോലെ കഴിക്കുന്നത് ശരീരം വണ്ണം വയ്ക്കാനായിട്ട് നല്ലതാണ്. ഈ രാത്രി കപ്പ കഴിക്കുന്നത് അത്ര നല്ലതല്ല. നിങ്ങൾക്ക് കപ്പ ഇതുപോലെ തയ്യാറാക്കി കഴിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ കഴിക്കാം കേട്ടോ. 4 പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷം ഞാനിതൊന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കി. 2 കപ്പ് 250 ഗ്രാം തൂക്കമുള്ള കപ്പ് കുത്തി നിറച്ച് അളന്നെടുത്താൽ 2 കപ്പ് വരും. അങ്ങനെ 2 കപ്പ് ആണ് എനിക്ക് ഈ കപ്പ കിട്ടിയിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്കിട്ട് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇതിലേക്ക് ഒഴിക്കണം. നല്ലപോലെ തിളപ്പിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒട്ടും കയ്പ്പ് രസം വരത്തില്ല. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കപ്പയ്ക്ക് കപ്പ കുറച്ച് കയ്പ്പ് രസം കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അവർ ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നല്ലതുപോലെ വേറൊരു പാത്രത്തിലേക്ക് അരിപ്പയിൽ കോരി ഒഴിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് വീണ്ടും നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കുറച്ച് വഴുവഴുപ്പ് വരും. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കഴിയുമ്പോൾ കപ്പയുടെ മുകളിൽ കുറച്ച് വഴുവഴുപ്പ് വരും കേട്ടോ. അത് വരാതിരിക്കാനായിട്ടാണ് ഇത് ഈ വെള്ളം ഒഴിച്ച് നമ്മൾ വയ്ക്കുന്നത്. ഇല്ലേ, വെള്ളം ഒഴിച്ച് വച്ചതിന് ശേഷം നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുന്നത് കുറച്ച് തെറ്റിപ്പോയി കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് 3/4 കപ്പ് വറുത്ത അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും വറുത്തത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഏതാണ്ട് 1/2 കപ്പോളം കുരുപ്പിച്ച ചെറുപയറും ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ക്യാരറ്റിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ് കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ല. മുരിങ്ങയിലയും അതുപോലെ തന്നെയാണ്. അയൺ കണ്ടൻറ്റ് ധാരാളമുണ്ട്, ഫൈബർ ധാരാളമുണ്ട്. കൊളസ്ട്രോൾ വരാതെയും ഇരിക്കാനും മുരിങ്ങയില നല്ലതാണ്. കാർബോഹൈഡ്രേറ്റ് കൂടുതലായതുകൊണ്ട് കപ്പ കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ ഇട്ടിട്ടാണ് നമ്മൾ തയ്യാറാക്കി കഴിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ ഒന്നും വരത്തില്ല. ഇപ്പോൾ പുട്ടിൻ്റെ വെള്ളം ആവി വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ആദ്യം തേങ്ങ, പിന്നെ പുട്ട്. തേങ്ങ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി വിളവ് കുറഞ്ഞ അര വിളവായ തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ മീനോ ഇറച്ചിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ പ്രോട്ടീന് വേണ്ടി നമ്മൾ കുരിപ്പിച്ച പയർ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് പുട്ട് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾ മുരിങ്ങയിലയും ക്യാരറ്റും ഒക്കെ ഇടാതെയൊക്കെയാണ്, കുരിപ്പിച്ച പയറൊക്കെ ഇടാതെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മീനോ ഇറച്ചിയോ കൂട്ടി വേണം കഴിക്കാനായിട്ട്. ഹൈഡ്രജൻ സയനൈഡ് എന്ന രാസവസ്തു ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് മീനോ ഇറച്ചിയോ ഇല്ലാതെ നിങ്ങൾ കഴിക്കരുത്. ഇതുപോലെ ചെറുപയറും മുരിങ്ങയിലയും ഒക്കെ ഇട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഇതുപോലെ തന്നെ കഴിക്കാനായിട്ട് പറ്റും.
ഇപ്പോൾ മണി 3 അവർക്ക് നല്ല വിശപ്പുണ്ട്. അവർക്ക് ഒരു പീസ് മതി എന്നാണ് അവരുടെ അഭിപ്രായം. അവർ കഴിച്ചിട്ട് കൊള്ളാമെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോ പീസ് വീതം കൊണ്ടു കൊടുത്തിട്ടുള്ളത്. നല്ല വിശപ്പുണ്ട് അവർക്ക്. അപ്പോൾ അണ്ണന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു, 2 പേർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.